ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാർ, കുറച്ച് ഒരു അഞ്ച് കാറ് 4 കാർ അങ്ങാണ്ടുണ്ട്. അപ്പോൾ ആ കാർ ഇടാനായിട്ട് നമ്മൾ ഈ സ്ഥലത്ത് പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു സൂപ്പർ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയി ഇതാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ ഒന്ന് ഡ്രസ്സ് ഇടാം. അത്യാവശ്യം നല്ലൊരു ഡ്രസ്സ് നോക്കി തന്നെ നമുക്ക് ഇടാം. ഈ വെള്ള തന്നെ ഇട്ടുകൊണ്ട് പോവാം, അല്ലെങ്കിൽ വേണ്ട ഇതും പാൻറ്റും ഇടാം. മാസ്ക് ഒന്നും നമ്മളിപ്പോൾ വെക്കുന്നില്ല. നേരെ നമുക്ക് പോകാം. വണ്ടി എടുത്ത് നമുക്ക് തപ്പാൻ ഇറങ്ങാം. ഇപ്പം നമ്മുടെ ഈ വീട്ടിലുള്ളത് ഡിഫൻഡറും BMW M4 ആണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ വേഗം തന്നെ അത് സ്ഥലം കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൗണ്ട് വണ്ടിയുടെ. അപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടിയുടെ സൗണ്ട് എങ്ങനെയുണ്ട് ഗായ്സ്? നല്ല BMW ആയത് കാരണം അതിൻ്റെ നല്ല സൗണ്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമുക്ക് ആദ്യം ഞാൻ വിചാരിച്ച് നമ്മുടെ പഴയ വീട്ടിൽ പോയി അത് ചെയ്യാമെന്നാണ്. നമ്മൾ നേരെ ഇപ്പോൾ പഴയ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഗായ്സ്, അപ്പോഴാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഇതിലം വഴി കയറാൻ ഭയങ്കര വണ്ടി കയറത്തില്ല. ഇതിലം വഴി കറക്റ്റ് ഗ്യാപ്പാണ്, പക്ഷെ അവർ കുറച്ച് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാക്കിയിരിക്കുന്ന കാരണം നമുക്കങ്ങനെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഈ BMW ഭയങ്കര താത്തി ഇട്ടിരിക്കുന്ന കാരണം, അതിലും ലോ വൈഡ് ആയിരിക്കുന്ന കാരണം സൈഡിൽ കൂടെയും കയറ്റാൻ പറ്റത്തില്ല. ഡിഫൻഡർ എല്ലാം കയറ്റണമെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ സൈഡിൽ കൂടെ കയറ്റാം. പക്ഷെ ഒന്ന് ഇടിച്ച് വെറുതെ വണ്ടി നശിപ്പിക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറ്റാൻ പറ്റത്തില്ല, ബാക്കിൽ കൂടെയും കയറ്റാൻ പറ്റത്തില്ല. നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിൽ പോയി നോക്കാം. അത്യാവശ്യം നല്ല കൺട്രോളുണ്ട് വണ്ടിക്ക്. ഫ്രണ്ട് വഴി അറിയാതെ ചെന്ന് ഇടിച്ചു. ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റുമോ എന്ന് നോക്കാമായിരുന്നു. നമുക്ക് കയറിയിരുന്നെങ്കിൽ സെറ്റായിരുന്നേനെ. നേരെ ബാക്കി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാറ് ഇടാൻ പറ്റത്തുള്ളൂ, അത് കാരണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇടിച്ചു. ഇനി വേറൊന്നുമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം ഇവിടെ മുഴുവൻ തപ്പി കണ്ടുപിടിക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനി സ്ഥലം കിട്ടിയിട്ട് ഞാൻ എടുക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് സ്ഥലമെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്ഥലം എൻ്റെ പുറകിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഞാനവിടെ ഷെഡിൽ കൊണ്ടുവന്നിട്ടു. ബാക്കി വണ്ടിയെല്ലാം കൊണ്ടുവരണം. അപ്പോൾ ഗായ്സ്, അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും ഉള്ളൊരു സ്ഥലം തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നേരെ വണ്ടിയെ കയറി നമ്മുടെ കാർ എല്ലാം ഇവിടോട്ട് കൊണ്ടുവരാം. നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് കാർ എടുക്കാനായിട്ടാണ്. ഗേറ്റ് എല്ലാം തുറന്നിട്ടുണ്ട്. ഇനി അത്യാവശ്യം നല്ല സ്പീഡിൽ പോവാം. അപ്പോൾ ഗായ്സ്, നല്ല സ്പീഡിലാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്, മാക്സിമം സ്പീഡിലാണ് ഞാൻ പോകുന്നത്. ഇതിൻ്റെ സ്പീഡ് അത്യാവശ്യം ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പോൾ 100-ലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാം ടേണിങ് വരുമ്പോൾ വണ്ടി അങ്ങ് മറിഞ്ഞു പോവും, അതാണ് പ്രശ്നം. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. നമുക്കിനി ആ സ്ഥലം വേണമെങ്കിൽ, അതൊരു ഗ്യാങ്ങിൻ്റെയാണ്, അവരുടെ സ്ഥലം വേണമെങ്കിൽ അവരെന്തോ കേസിൻ്റെ ഇതിൽ പോലീസ് സ്റ്റേഷനിൽ ജയിലിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് അവരോടെല്ലാം സംസാരിക്കണം. നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നമുക്ക് അവരോട് ചെന്ന് സംസാരിക്കാം. ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരോട് ചോദിച്ചപ്പോഴാണ് അവരാണ് പറഞ്ഞത് അവരിങ്ങനെ ജയിലിലാണെന്ന്. അവർ നിൽപ്പുണ്ട്. ഞാൻ ചോദിക്കുവാണ്, ചേട്ടാ ആ സ്ഥലം എങ്ങനെ ചേട്ടാ?
ഞാൻ മേടിച്ചോട്ടെ? അതെല്ലാം നീ മേടിച്ചോടാ, നീ ആ സാറിനോട് പറഞ്ഞാൽ മതി. ഓക്കെ ചേട്ടാ, താങ്ക് യു. സാറേ, എനിക്ക് ആ ചേട്ടൻ്റെ സ്ഥലം ഞാൻ പറഞ്ഞായിരുന്നു, അതിന് എത്ര രൂപയാണെന്നൊന്ന് പറയാമോ? എടാ, ആ സ്ഥലത്തിന് 1 കോടി രൂപയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ നിന്റെ കൂട്ടുകാരനായത് കാരണം നീ ഒരു 80 ലക്ഷം രൂപ വെച്ചിട്ട് നീ പൊക്കോ. ശരി സാറേ, താങ്ക് യു. ഞാൻ എന്നാൽ പോവാണ് സാറേ. അപ്പോൾ ഗായ്സ്, നമുക്ക് സ്ഥലമെല്ലാം കിട്ടിയിട്ടുണ്ട്. അയ്യോ, അപ്പോൾ 80 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ആ സ്ഥലം മേടിച്ചിരിക്കുന്നത്. ഓ ഗായ്സ്, അവരെങ്ങനെയെങ്കിലും പറഞ്ഞ് അവരോട് സെറ്റാക്കാമെന്നാണ് പറഞ്ഞത് 80 ലക്ഷം രൂപയ്ക്ക്. കാരണം അത് അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഓ ഗായ്സ്, ഞാൻ നേരെ ഇനി എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ ഡിഫൻഡർ എല്ലാം കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ തിരിച്ചിടാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഇനി നമ്മുടെ വണ്ടിയെല്ലാം ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടിയെല്ലാം നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവൻ 3 വണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ നമ്മുടെ ഡിഫൻഡർ ആ വീട്ടിലാണ്, പഴയ വീട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ബൈക്ക് അതിവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ അടുത്ത പാർട്ട് എത്രയും വേഗം ഞാൻ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും ബായ്. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും വീഡിയോ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.